നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ സംശയം വേണ്ട കൃത്യമായ ഒരു മറുപടി ഉണ്ട്. അത് ഇസ്രായേലികൾ തന്നെയാണ്, ജൂതന്മാർ തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകുന്ന ആളുകളാണ്, അനാചാരത്തിന്റെ പുറകെ പോകുന്ന ആളുകളാണ്. ഏറ്റവും അവസാനം തെക്കൻ ഇറാനിലെ മിനാബിൽ 160 കുട്ടികളെ കൊലപ്പെടുത്തിയതും അത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനികൾക്ക് വാഗ്ദാനം നൽകിയ സംരക്ഷണമാണ് നിങ്ങൾ ഈ കാണുന്നത് എന്ന് പറഞ്ഞ് ഒരു ചിത്രം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ആ ചിത്രം മറ്റൊന്നുമല്ല, 160 കുട്ടികളെ ഖബറടക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഖബറിന്റെ ചിത്രമാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത്. മറ്റൊരു പ്രതികരണം കൂടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതായത്, ഞങ്ങൾ നടത്തുന്നത് സാത്താനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നിന്ന് ഞങ്ങൾക്ക് പുറകെ പോകാൻ കഴിയില്ല, ദൈവവിശ്വാസിക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇറാന്റെ ഒരു പ്രതികരണം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഈ അന്ധവിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ അനാചാരത്തിന്റെയും ഒക്കെ ചുരുളഴിയുന്നത്. ഒരാഴ്ച മുമ്പ് ഇറാനിയുടെ ഇസ്രായേലികൾ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്ന ബാലിയെ കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ബാലിയെ കത്തിച്ചതിന് തൊട്ട് പുറകെയാണ് ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് ഒരു അറ്റാക്ക് ഉണ്ടാകുന്നത്. അതായത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ശത്രു എവിടെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി ശത്രുവിനെ തീർക്കാൻ ഇസ്രായേലിന് കഴിവുണ്ട്, അമേരിക്കക്ക് കഴിവുണ്ട് എന്ന കാര്യം നമുക്കറിയാം. അതവർ പലപ്പോഴും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ആയത്തുൽ അലി ഖംനായി ഉൾപ്പെടെ പ്രമുഖരെ അവർ വധിച്ചത് കൃത്യമായി അവർ ഒത്തുകൂടുന്ന സമയവും സ്ഥലവും മനസ്സിലാക്കിയാണ് എന്ന് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വീമ്പ് പറയുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇറാനകത്തേക്ക് നടത്തിയ സംയുക്ത ആക്രമണം, ആദ്യം തന്നെ ഈ ആക്രമണത്തിന് ഇരയായത് 160 കുട്ടികളാണ്. ഈ 160 കുട്ടികളുടെ തലക്കുമീതെ അവർ ബോംബ് വർഷിച്ചത് ധാരണപ്പിഴവിന്റെ ഭാഗമായിട്ടല്ല, കൃത്യമായി എവിടെ കുട്ടികളുണ്ട്, ഒരു ഗേൾസ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെയാണ്. എന്നാൽ ഈ കുട്ടികളെ കൊന്നത് എന്തിനാണ് ഇസ്രായേൽ എന്ന് ചോദിക്കുമ്പോഴാണ്, അമേരിക്ക എന്തിനതിന് കൂട്ടുനിന്നു എന്ന് ചോദിക്കുമ്പോഴാണ് അത് ഇസ്രായേലിന്റെ അന്ധവിശ്വാസമാണ് അതിന് കാരണം എന്ന് വ്യക്തമാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇറാൻ പറയുന്നത് ഇത് സാത്താനെതിരായിട്ടുള്ള പോരാട്ടമാണ് എന്ന്. അതായത്, ഇസ്രായേൽ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്ന ബാലി അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം സാത്താനാണ്. ആ സാത്താനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹീബ്രു ബൈബിളിൽ ഈ ബാലിയെക്കുറിച്ച് കൃത്യമായി പരാമർശമുണ്ട്. അതായത്, ഇവിടെ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ബാലിയെ പ്രീതിപ്പെടുത്തണം. കുട്ടികളുടെ രക്തമാണ് അതിന് വേണ്ടത്, അതുപോലെ സ്ത്രീകളുടെ രക്തമാണ് അതിന് വേണ്ടത്. ഏറ്റവും വലിയ ദുഷ്ട കൃത്യം ചെയ്താൽ ബാലിയെ പ്രീതിപ്പെടുത്താൻ കഴിയും, പിന്നീട് അവർക്ക് വിജയിക്കാൻ കഴിയും, കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറകെ പോകുന്ന ആളുകളാണ് ജൂതന്മാർ. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലികൾ ദൈവമായി കാണുന്ന ബാലിയെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ഇറാനിൽ ആദ്യം തന്നെ അവർ കുട്ടികളുടെ ദേഹത്ത് കൈവച്ചത്, കുട്ടികളെ കൊന്നുകളഞ്ഞത്. അവിടെ ആയത്തുൽ അലി ഖംനായി ഉണ്ട്, അല്ലെങ്കിൽ ഇറാന്റെ സൈനിക കേന്ദ്രമാണ് എന്ന് മനസ്സിലാക്കി തെറ്റായിട്ടുള്ള ഒരു ധാരണയുടെ പുറത്തല്ല ഇവിടെ ഇസ്രായേൽ ഇറാനിൽ കുട്ടികളെ വകവരുത്തിയത്. അതായത്, ഗസയിലും അവർ നടത്തിയ നീക്കങ്ങൾ അത്തരത്തിലുള്ളത് തന്നെയാണ്. വംശഹത്യ മാത്രമല്ല ഈ കുട്ടികളെ കൊല്ലുന്നത് കൊണ്ട്, സ്ത്രീകളെ കൊല്ലുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുക, അവരുടെ പുരോഗതിക്ക് വേണ്ടി ദൈവത്തെ പ്രീതിപ്പെടുത്താൻ, ബാലിയെ പ്രീതിപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിൽ ഏർപ്പെട്ടേ മതിയാകൂ. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിയുടെ ഇറാനിൽ കുട്ടികളെ വകവരുത്തിയത്. അമേരിക്ക അത്തരത്തിലൊരു നീക്കത്തിനാണ് ഇവിടെ കൂട്ടുനിന്നത് എന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നു. അത്തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നു. എന്തായാലും എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഭീകരമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. അതിനേക്കാളൊക്കെ ഭീകരമാണ് ഇസ്രായേലിന്റെ അന്ധവിശ്വാസം എന്നുള്ളത് ലോകം മനസ്സിലാക്കണം, അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി സഹോദരനാണ്, സുഹൃത്താണ്, വേണ്ടപ്പെട്ടവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അങ്ങനെ കണക്കാക്കുന്ന ആളുകൾ ഇക്കാര്യം മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.